സ്വർണ്ണമോഷണത്തിൽ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് തുടർച്ചയായ രണ്ടാം ദിവസവും നിയമസഭ സ്തംഭിപ്പിച്ച പ്രതിപക്ഷം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തതിലൂടെ ഇപ്പോഴത്തെ വിവാദങ്ങളെ പ്രതിരോധിക്കാം എന്നാണ് സർക്കാർ കരുതുന്നത്. ഉദ്യോഗസ്ഥന്റെ സസ്പെൻഷനിൽ തീരുന്നതല്ല സ്വർണ്ണമോഷണമെന്ന നിലപാടിലാണ് പ്രതിപക്ഷം. സ്വർണ്ണമോഷണത്തിൽ അന്വേഷണം തീരുമാനിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിലെ പരാമർശങ്ങൾ നൽകിയ ഊർജ്ജത്തിലായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഇന്നത്തെ നീക്കങ്ങൾ. സ്വർണ്ണപ്പാളി ഉയർന്ന വിലയ്ക്ക് മറച്ചുവിറ്റിട്ടുണ്ടാകുമോ എന്ന കോടതി ഉത്തരവിലെ പരാമർശം ഉയർത്തിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷം ദേവസ്വം മന്ത്രിയുടെയും ദേവസ്വം ബോർഡിന്റെയും രാജി ആവശ്യം ആവർത്തിച്ചു. ഗൗരവകരമായി ഞങ്ങളുടെ ഡിമാൻഡ് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കണം, ദേവസ്വം ബോർഡിനെ പുറത്താക്കണം. അതിനെ സർക്കാരിന്റെ തീരുമാനം പ്രഖ്യാപിക്കണം. ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ വിശ്വാസ സമൂഹത്തിൽ കടന്നുകയറിയെന്ന ആത്മവിശ്വാസത്തിൽ നിന്ന് മോഷണ വിവാദത്തിന്റെ പടുകുഴിയിലേക്ക് വീണ സർക്കാർ ഒടുവിൽ പേരിനെങ്കിലും നടപടിയെടുത്തു. 2019 ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ബി മുരാരി ബാബുവിനെതിരെ നടപടിയെടുത്തുകൊണ്ടാണ് സർക്കാരിന്റെ പ്രതിരോധം. തുടർച്ചയായി തിരിച്ചടികൾ പ്രതിപക്ഷത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയാണ് പരമോന്നത നീതിപീഠം സുപ്രീം കോടതി പറഞ്ഞത് രാഷ്ട്രീയ കളിയുമായി ഇങ്ങോട്ട് വരരുത് എന്ന് അവരോട് പറഞ്ഞത്. കേവലം ഉദ്യോഗസ്ഥരായ നടപടിയിൽ ഒതുങ്ങുന്നതല്ല സ്വർണ്ണമോഷണത്തിന്റെ വ്യാപ്തിയെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രതികരണം. ദേവസ്വം മന്ത്രിയുടെയും ബോർഡിന്റെയും രാജി ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ പാർട്ടിയും സർക്കാരും മടിക്കില്ലെന്ന് CPM നേതൃത്വം അറിയിച്ചു. സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ഞാൻ അന്ന് ആവശ്യപ്പെട്ടത്. ആരെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇല്ല. ആരാണോ കുറ്റവാളികൾ അവർ ശിക്ഷ ഏറ്റുവാങ്ങുന്ന നിലയിലേക്ക് കാര്യങ്ങൾ. ദേവസ്വം മന്ത്രിയുടെയും ദേവസ്വം ബോർഡിന്റെയും രാജി ആവശ്യപ്പെട്ട് നാളെയും സഭാതലത്തെ പ്രക്ഷുബ്ധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.